ഇഷ്മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജസ്ന. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടിയെക്കുറിച്ച് ആദ്യമായി അറിയുന്നത് എൻ്റെ പേപ്പൻ വഴിയാണ്. അപ്പോഴൊക്കെ എനിക്ക് അത്ര വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു. ഇത് ഉടമ്പടി ഇങ്ങനെ ഞാനും വിശ്വസിച്ചിരുന്നു എല്ലാവരെയും പോലെ, ചിലരെ പോലെ ആളെ പറ്റിക്കുന്ന ഒരു ഇതാണ്. പക്ഷേ +2 ആയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ശരിക്കുള്ള അമ്മ തന്നെയാണ് എൻ്റെ ബാക്കിൽ നിൽക്കുന്നത്. +2 റിസൾട്ട് വന്നപ്പോൾ ഞാൻ പോലും വിചാരിച്ചില്ല എനിക്ക് ഫുൾ A+ കിട്ടുന്നു. അങ്ങനെ അമ്മയുടെ തീരുമാനം അനുസരിച്ച് ഞാൻ ജർമ്മൻ പഠനത്തിന് പോവുകയും ജർമ്മൻ എക്സാമിൻ്റെ സമയമായപ്പോൾ ഞാൻ ഉടമ്പടി എടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ജർമ്മൻ എക്സാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഉടമ്പടി എടുത്തത്. എനിക്ക് അതിന് മുന്നേ ഉടമ്പടി എടുക്കാൻ സാധിച്ചിരുന്നില്ല ചില കാരണങ്ങളാൽ. എക്സാമിന് 4 മൊഡ്യൂളാണുള്ളത്. അതിൽ സ്പീക്കിംഗ്, റൈറ്റിംഗ്, റീഡിങ്, ലിസണിങ്. ഇതിൽ സ്പീക്കിംഗ് എനിക്ക് ഭയങ്കര ടഫായിരുന്നു. ബാക്കി 3 എനിക്ക് ഭയങ്കര സിമ്പിളായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഞാൻ പോലും വിചാരിക്കാതെ എനിക്ക് സ്പീക്കിങ്ങിന് നല്ല മാർക്ക് കിട്ടുകയും മറ്റ് 3 ഞാൻ എൻ്റെ ഓവർ കോൺഫിഡൻസ് കാരണം ഫെയിലാവുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ 2 എക്സാം കോയമ്പത്തൂർ ഡേറ്റ് എടുത്തു. കാശിരൂപം വെച്ച് ഞാൻ ആ എക്സാം എഴുതാൻ പോയി. അത്ഭുതമെന്ന് പറയട്ടെ, ആ എക്സാം സെൻറ്ററിൽ എനിക്കറിയില്ല, ഞാൻ കാശിരൂപം വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ നഖം നീല വയലറ്റ് കളറാവുകയും അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മയുടെ സാന്നിധ്യം അവിടെ ഉണ്ടെന്ന്. പിന്നെ റിസൾട്ട് വന്നപ്പോൾ എനിക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല, കാരണം അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ടെൻഷനും ഇല്ലാതെ ഞാൻ എക്സാം റിസൾട്ട് ഞാൻ പാസ്സാവുകയും നല്ല മാർക്കോട് കൂടി പാസ്സാവുകയും ചെയ്തു. അടുത്തതായി ഞാൻ പിന്നെ ഷ്രൈബൻ, അതായത് റൈറ്റിംഗ് എക്സാം ഡേറ്റ് കൊച്ചി, ട്രിവാൻഡ്രം ഞാൻ എക്സാം ഡേറ്റ് എടുത്തു. പക്ഷേ അതിലൊന്നും ഞാൻ പാസ്സായില്ല. പിന്നെ ട്രിച്ചി ഒരു എക്സാം ഡേറ്റ് എടുത്തു. ഇത് എൻ്റെ ലാസ്റ്റ് അറ്റംപ്റ്റാണെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. അപ്പോൾ അമ്മ എനിക്ക് ഒരു അടയാളം കാണിച്ചു തന്നു. നീ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് നോക്ക് എന്നൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി. ആ ട്രിച്ചി എക്സാം സെൻറ്ററിൻ്റെ സൈഡിൽ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് നോക്കി. ലാസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ 76 മാർക്ക്, 100-76 മാർക്കോടുകൂടി അമ്മ എന്നെ ജയിപ്പിച്ചു. അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ വന്നു. ഇൻ്റർവ്യൂ 2 ഇൻ്റർവ്യൂ ആണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് ഇൻ്റർവ്യൂ വളരെ സിമ്പിളായിരുന്നു. ജർമ്മൻകാരൊന്നും അല്ലായിരുന്നു, സാധാരണ നമ്മുടെ ഇന്ത്യക്കാരായിരുന്നു. രണ്ടാമത്തെ ഇൻ്റർവ്യൂ ജർമ്മൻകാരായിരുന്നു. എനിക്ക് പറയുന്നത് ഒന്നും മനസ്സിലാവുണ്ടായിരുന്നില്ല. കാശിരൂപം പിടിച്ച് ഞാൻ എന്തൊക്കെയോ എൻ്റെ വായിൽ വരുന്നത് ഞാൻ പറയുന്നു. ഞാനല്ല ശരിക്കും ആ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തത്, അമ്മയാണ് അറ്റൻഡ് ചെയ്തത്. സ്വാഭാവികമായിട്ട് അമ്മ അറ്റൻഡ് ചെയ്തുകൊണ്ട് ആ ഇൻ്റർവ്യൂ ഞാൻ പാസ്സാവുകയും ചെയ്തു. അത് കഴിഞ്ഞ് അക്കോമഡേഷൻ എത്ര നോക്കിയിട്ടും ഓരോ ആപ്പിൽ ഞാൻ മെസ്സേജ് അയച്ച് നോക്കിയിട്ടും എല്ലാം റിജക്ഷനായിരുന്നു വരുന്നുണ്ടായിരുന്നത്. എല്ലാ റിജക്ഷൻ. ഒരു മെയിൽ പോലും ഒരു അനുകൂലമായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് മുട്ടിപ്പായ അമ്മോട് പ്രാർത്ഥിച്ച് വേറെ വഴിയില്ല. അപ്പോഴേക്കും എൻ്റെ അമ്മ പറയുന്നുണ്ട്, നീ കുഴപ്പമില്ല, അമ്മ നിനക്കെല്ലാം ശരിയാക്കി തരും, നീ ടെൻഷൻ അടിക്കണ്ട. അമ്മ തന്നെ എല്ലാം ശരിയാക്കി തന്ന് വിസ വന്നു. വിസ ഞാൻ ഡേറ്റിട്ട് പ്രാർത്ഥിച്ച പോലെ തന്നെ വിസ ഡേറ്റിൻ്റെ ഒരു ദിവസം മുന്നേ ഡിസ്പാച്ച് ആവുകയും 1 ദിവസം കഴിഞ്ഞ് എൻ്റെ കയ്യിൽ വിസ കിട്ടുകയും ചെയ്തു. ഇനിയിപ്പോൾ ഞാൻ ഈ 25-ാം തീയതി ജർമ്മനിയിലോട്ട് പോവുകയാണ്. അടുത്ത സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ അപ്പാപ്പന് വയറുവേദനയായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. 3 ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവർക്ക് മനസ്സിലായില്ല ഇതെന്താ സംഭവമെന്നും. ലാസ്റ്റ് CT സ്കാൻ എടുത്തപ്പോൾ മനസ്സിലായി അത് അപ്പൻഡിക്സിൻ്റെ രോഗമാണ്. എന്നിട്ട് ഞാൻ അപ്പാപ്പനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുമ്പോൾ ഉടമ്പടി കാശിരൂപവും തൈലവും എണ്ണയും ഒക്കെ കൂടി പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം പ്രാർത്ഥിച്ച് അപ്പാപ്പനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പറഞ്ഞയച്ചു. ഡോക്ടർ പുറത്തുനിന്ന് പറഞ്ഞു വളരെ ക്രിട്ടിക്കലാണ്. 68 ഭയങ്കര ഏജുള്ള ഒരാളായിരുന്നു, 68 വയസ്സുണ്ട്. അപ്പോൾ ഭയങ്കര ക്രിട്ടിക്കലാണ്, ചാൻസ് ഒന്നുമില്ല. അപ്പം ഞാനും അമ്മയും പുറത്തിരുന്ന് കൊന്ത ചെല്ലുന്നുണ്ടായിരുന്നു പുറത്ത്. അപ്പോൾ ഓപ്പറേഷൻ കീഹോളായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ കീഹോളിലൊന്നും പറ്റിയില്ല, അത് ഓപ്പൺ സർജറി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഓപ്പൺ സർജറി ചെയ്തു. ഡോക്ടർ പുറത്തേക്ക് വന്ന് പറഞ്ഞു ഇത് ഭയങ്കര വലിയൊരു മിറാക്കിളാണ്, നിങ്ങളുടെ മാതാവ് നിങ്ങളെ കാത്തു എന്നൊക്കെ പറഞ്ഞു. വളരെ വലിയൊരു അനുഗ്രഹമാണ് ഞങ്ങൾക്ക് തന്നത്. പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിലുണ്ടായ മാറ്റം എന്ന് പറയുന്നത്, ഞങ്ങളുടെ കുടുംബത്തിൽ ഞായറാഴ്ചകളിൽ കുടുംബ പ്രാർത്ഥന എത്തിക്കില്ല. കാരണം ഞായറാഴ്ച ദിവസങ്ങളിൽ പള്ളിയിൽ പോകണമെന്നുള്ളൊരു നിയമം ഉള്ളതുകൊണ്ട് ഞങ്ങളെല്ലാവരും പള്ളിയിൽ പോവുകയും അന്നത്തെ കുടുംബ പ്രാർത്ഥന ക്യാൻസലാക്കുകയും ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞു. പപ്പോട് പറഞ്ഞു ഞായറാഴ്ച എന്തായാലും പ്രാർത്ഥന എത്തിക്കണം, അല്ലാതെ
പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലാ ഞായറാഴ്ചയും ഇപ്പോൾ തൊട്ട് പ്രാർത്ഥന എല്ലാ ഞായറാഴ്ച എല്ലാ ദിവസവും പ്രാർത്ഥന ഇപ്പോൾ കുടുംബ പ്രാർത്ഥന ഞങ്ങൾ എത്തിക്കാറുണ്ട്. പിന്നെ എന്നും പള്ളിയിൽ പോകുന്നതിലൂടെ എനിക്ക് എൻ്റെ ഒരു ജീവിതം മാറി എന്ന് പറയാം. എൻ്റെ ജീവിതത്തിന് എന്താ പറയുക, ഒരു ആത്മീയമായി മാറ്റം എനിക്ക് വന്നു. പിന്നെ കുമ്പസാരത്തിലൂടെ ഞാൻ 2 ആഴ്ച തോറും കുമ്പസാരിച്ചാൽ മതി എന്നാണ് ഇവിടുന്ന് പറയുക. പക്ഷെ ഞാനൊരു പാപം ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ മനസ്സിലൊരു അനുതാപം ഓട്ടോമാറ്റിക്കലി വരികയും അപ്പോൾ തന്നെ ഞാൻ പോയി കുമ്പസാരിക്കുകയും ചെയ്യാറുണ്ട്. ഞാൻ ഇതിന് പാപം ചെയ്ത് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമവും. ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല, അതൊരു പാപമാണ്, ഞാൻ ഉടമ്പടി എടുത്തല്ലേ അങ്ങനെയൊക്കെ വിചാരിച്ച് ഞാൻ അപ്പോൾ തന്നെ പോയിട്ട് കുമ്പസാരിക്കും. പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ റൂംമേറ്റ്സൊക്കെ കൂടി ഓർഫനേജിക്ക് കുട്ടികൾക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്നാലാവുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ ഉടമ്പടി പത്രം ഞാൻ ബസ് സ്റ്റാൻഡുകളിൽ, വഴികളിൽ, ഷോപ്സിലൊക്കെ കൊടുക്കും. ചിലർ പറയും ഇവർക്കൊക്കെ പ്രാന്താണ്, എന്തുകൊണ്ടിന് ഇപ്പോൾ ഇതൊക്കെ ഒരു ആവശ്യമില്ലാത്ത കാര്യമാണ്, ആൾക്കാരെ പറ്റിക്കാനുള്ള കാര്യമാണെന്നൊക്കെ പറയും. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ അനുഭവം നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയാണ്, നിങ്ങൾക്കത് ഉപകാരപ്പെടും. കാരണം വരും തലമുറ അറിയേണ്ട ഒരു കാര്യമാണ് ഉടമ്പടി എന്നത്. പിന്നെ ഈ ഡെയിലി ബ്രെഡൊക്കെ സ്റ്റാറ്റസ് ഇടുകയും സ്റ്റോറി ഇടുകയൊക്കെ ചെയ്യാറുണ്ട്. അത് പിന്നെ വചനങ്ങൾ ഞാൻ ഇന്ന് രാവിലെ ഒരു പ്രാർത്ഥിച്ച ഒരു വചനം എടുത്ത് സ്റ്റാറ്റസ് ഇടും. അപ്പോൾ അത് ആർക്കെങ്കിലും ഒരു അന്നത്തെ ദിവസം ഒരു മോട്ടിവേഷൻ എന്തായാലും ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതാണ് ഞാൻ പ്രാർത്ഥിച്ച് അമ്മ യേശുവേ ഇത് ആർക്കെങ്കിലും ഉപകാരപ്പെടണേ, അവരുടെ ഇന്നത്തെ ഒരു ദിവസം നന്നായി നല്ലപോലെ നടക്കണമെന്നൊക്കെ പ്രാർത്ഥിച്ച് വചനം ഇടാറുണ്ട്. പല ആൾക്കാരും ഇതൊക്കെ ഇടേണ്ട ആവശ്യമുണ്ടോ, നിങ്ങൾക്കൊക്കെ വേറെ പണിയൊന്നുമില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് പല പരിഹാസങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടുമുണ്ട്. പക്ഷേ ഞാൻ അപ്പോൾ ആ നേരത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് അമ്മേനെ അറിയാനുള്ള സാഹചര്യം ഞാനല്ലാതെ വേറെ ആരുടെയെങ്കിലും കൂടെ അറിയുകയും ചെയ്യണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറും ചെയ്യുന്നുണ്ട്. ഈശോയെ ഈ സാക്ഷ്യം പറയുന്നതിനെ അനുവദിച്ചത് നന്ദി. പുറപ്പാടിൻ്റെ പുസ്തകം 33:16 അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള മറ്റെല്ലാ ജനതകളിലും നിന്ന് വ്യത്യസ്തരായിരിക്കും. മോശ കർത്താവിനോട് പറയുന്ന വാക്കുകളാണിത്. ഉടമ്പടി ജനതയുടെ കൂടെ, അതായത് തിരഞ്ഞെടുക്കപ്പെട്ട ജനതയുടെ കൂടെ മോശയെ അവർക്ക് നേതാവായി നൽകിക്കൊണ്ട് ദൈവം സഞ്ചരിക്കുന്ന വഴികൾ, തങ്ങൾക്ക് കിട്ടിയതൊക്കെ മറന്നുപോയിട്ട് അല്പം ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ ഇസ്രായേൽ ജനത പിറുപിറുക്കുന്നുണ്ട്. അങ്ങനെ പിറുപിറുത്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ജനത്തിൻ്റെ കൂടെ ദൈവസാന്നിധ്യം വീണ്ടും അകന്ന് മാറുന്ന ദൈവസാന്നിധ്യമാകാതെ അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള മറ്റെല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെ കൂട്ടുവിളിക്കുകയാണ് മോശ. അങ്ങനെ ഇന്ന് ഉടമ്പടിയെടുത്ത മക്കൾ വ്യത്യസ്തരാകുന്ന ജീവിതാനുഭവങ്ങളാണ് നാം കേൾക്കുക. ജസ്ന 19 വയസ്സുള്ള ഈ മകള് തൻ്റെ ജീവിതത്തിൽ താൻ കൃപാസന പത്രവുമൊക്കെ ആയിട്ട് പലർക്കും കൊടുക്കുവാനായിട്ട് പോകുമ്പോൾ, ഔട്ട്സൈഡേഴ്സിനൊക്കെ കൊടുക്കുവാൻ പോകുമ്പോൾ കേൾക്കുന്ന നല്ല സുഖകരമല്ലാത്ത പല അനുഭവങ്ങളും തനിക്കുണ്ടാകുമ്പോൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ വരും തലമുറ രക്ഷപ്പെടണമെങ്കിൽ അതിനുള്ള ഒരേ ഒരു വഴിയാണ് ഉടമ്പടി. അതായത് ഈശോയെ പ്രസംഗിക്കുക, ഈശോയെ പകരുക. അങ്ങനെ തൻ്റെ ജീവിതത്തിൽ തനിക്ക് വളരെയേറെ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങൾ വന്നപ്പോഴും താൻ പകച്ചു പോയില്ല. വീണ്ടും താൻ ഈ ഉടമ്പടി ജീവിതത്തിൽ, അതായത് കൃപാസന പത്രം കൊടുക്കുന്ന പ്രേക്ഷിത പ്രവർത്തനം, അത് സ്റ്റാറ്റസ് ഡീപ്രമോഷനാണ്. നമ്മെ തന്നെ താഴ്ത്തി കെട്ടുന്ന, അതായത് നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു വിലയും ഇല്ലാതാകുന്ന ഒരു അനുഭവം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് തന്നെ ശൂന്യനാക്കിയ ക്രിസ്തു അനുഭവം ഒരു വ്യക്തിക്ക് ഉണ്ടാവുക എന്ന് പറയുക. അതുകൊണ്ട് തന്നെ ഈ കൃപാസന പത്രം കൊടുക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കൃപ നമ്മിലേക്ക് ഒഴുകുക. അങ്ങനെ തൻ്റെ വീട്ടിൽ ഞായറാഴ്ച പ്രത്യേകിച്ച് കുടുംബ പ്രാർത്ഥന ഇല്ലായിരുന്നു എന്നാണ് ജസ്ന പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്നും ജസ്ന പറഞ്ഞു. എന്നാൽ താൻ ഉടമ്പടി എടുത്തതിന് ശേഷം മക്കൾ തന്നെ അപ്പനമ്മമാരോട് പറയുന്നു, ഇനി നമുക്ക് പ്രാർത്ഥിക്കണം, ഇങ്ങനെ പോയാൽ പോരാ. പിന്നീട് ഞായറാഴ്ചയെന്നല്ല, അനുദിനം കുടുംബ പ്രാർത്ഥന ശക്തിപ്പെടുന്നു.
ഒരു ചെറിയ മിസ്റ്റേക്ക് തൻ്റെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് ജസ്നയ്ക്ക് ബോധ്യം വരുമ്പോൾ 2 ആഴ്ചയിലേക്ക് ജസ്ന വെയിറ്റ് ചെയ്യില്ല. ജസ്ന കുമ്പസാരിക്കും, കൂടെ കൂടെ കുമ്പസാരിക്കും. ഇതൊന്നും തനിക്ക് ജീവിതത്തിലില്ലായിരുന്നു. എന്നാൽ എല്ലാവരെയും പോലെ എന്തിനാണ് ഈ കൃപാസന മാതാവിനോട് ആലപ്പുഴയിൽ തന്നെ വന്ന് നിന്ന് പ്രാർത്ഥിക്കുക, ഇതെവിടെയെങ്കിലും പ്രാർത്ഥിച്ചാൽ പോരെ എന്ന് ചോദിച്ചിരുന്ന താൻ ഇന്ന് എങ്ങനെയാണ് മാറിയതെന്നും തൻ്റെ ജീവിതത്തിൽ തനിക്ക് ജർമ്മൻ എക്സാം പാസ്സാകുന്നതിനുള്ള തടസ്സങ്ങൾ മാറുന്നു, അതുപോലെ വിസ പ്രോസസ്സിങ്, അങ്ങനെ ഓരോന്നിനും അക്കോമഡേഷൻ, എല്ലാറ്റിനും തടസ്സങ്ങളൊക്കെ വരുന്നുണ്ട്. ആ തടസ്സങ്ങളിൽ ദൈവത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് തനിക്ക് ലഭിച്ച കൃപകൾക്ക് ഇന്ന് ഈ മകൾ അൾത്താരയിൽ നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അതിന് തൻ്റെ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ, വ്യക്തിത്വ വിശുദ്ധീകരണം, അത് തനിക്ക് ഒത്തിരിയേറെ സഹായകമായി എന്ന് ജസ്ന ഏറ്റു പറയുന്നു. അതുപോലെ തൻ്റെ അപ്പാപ്പന് കിട്ടിയ രോഗസൗഖ്യം. അപ്പാപ്പൻ ഇവിടെ വന്നിട്ടുണ്ടോ? അപ്പാപ്പൻ ഇന്നാൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉടമ്പടി സാക്ഷ്യം പറയാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഇതിൻ്റെ കൂടെ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്ന് നന്ദി പറഞ്ഞിട്ട് പോയി. എന്നാൽ ഇന്ന് തനിക്ക് കൊണ്ടുവരാൻ സാധിക്കാത്തതിൻ്റെ കാര്യമാണ് ജസ്ന നമ്മോട് പറയുന്നത്. അങ്ങനെ തനിക്കും തൻ്റെ കുടുംബത്തിനും ലഭിച്ച കൃപകൾക്ക് ഈ മകൾ നന്ദി പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.